ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ എന്നത് വലിയ കെട്ടിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന എക്സ്പാൻഷൻ ജോയിന്റുകളിൽ വരുന്ന വെള്ളത്തിന്റെ ലീക്കേജ് തടയുന്ന ടേപ്പാണ്. അതേ സമയത്ത് ആ കെട്ടിടത്തിന്റെ എക്സ്പാൻഷൻ തടസ്സമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJയുടെ പ്രത്യേകതകൾ: വെള്ളത്തിന്റെ ലീക്കേജ് തടയുന്നു, 600% എലോങ്ങേഷൻ ഉള്ളതാണ്, ദീർഘകാലം ഈട് നിൽക്കുന്നു, നല്ല കട്ടിയുള്ളതാണ്, ലളിതമായി ഉപയോഗിക്കാം, കെട്ടിടങ്ങളിൽ വരുന്ന എല്ലാ രീതിയിലുമുള്ള എക്സ്പാൻഷൻ ജോയിന്റുകളിലും ഉപയോഗിക്കാം. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഉപയോഗിക്കേണ്ട രീതി നമുക്ക് നോക്കാം. വിള്ളൽ വരുന്ന ഭാഗങ്ങളിൽ പായൽ, അഴുക്ക്, സിമന്റിന്റെ പൊടി, പെയിന്റ് മുതലായവ ഉണ്ടെങ്കിൽ അവ യന്ത്ര സഹായത്തോടുകൂടി നീക്കം ചെയ്യേണ്ടതാണ്. വൃത്തിയാക്കി തയ്യാറായിട്ടുള്ള മുകൾ ഭാഗം തീർച്ചയായിട്ടും ഈവനായിട്ടുണ്ടായിരിക്കണം. മുകൾ ഭാഗം സമമായിട്ടില്ലെങ്കിൽ ബോണ്ടിംഗ് ഏജന്റായി ബിൽഡിംഗ് ഓൾറൗണ്ടർ ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് ഭാഗങ്ങളിൽ കൃത്യമായി സിമന്റ് തേക്കേണ്ടത് അത്യാവശ്യമാണ്. ബേസ്, ഹാർഡ്നർ ഇങ്ങനെ 2 ഭാഗങ്ങളായി വരുന്ന ബിൽഡിംഗ് ഡോക്ടർ മൾട്ടിപർപ്പസ് EP യന്ത്ര സഹായത്തോടുകൂടി നന്നായി മിക്സ് ചെയ്യേണ്ടതാണ്. വിള്ളലിന്റെ 2 വശങ്ങളിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിരിക്കണം. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ ഒട്ടിക്കേണ്ട ഭാഗങ്ങളിൽ മൾട്ടിപർപ്പസ് EP അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിന്റെ മുകളിൽ ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ വെച്ച് അമർത്തുമ്പോൾ അതിലുള്ള സുഷിരങ്ങൾ വഴി പുറത്തേക്ക് വരണം. അത്രത്തോളം അളവിൽ മൾട്ടിപർപ്പസ് EP അപ്ലൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് ബിൽഡിംഗ് ഡോക്ടർ മൾട്ടിപർപ്പസ് EP കൂടുതൽ അളവിൽ ആവശ്യം വരുന്നത് കുറയ്ക്കുന്നത് മാത്രമല്ല, നല്ല ഫിനിഷിംഗും നൽകുന്നു. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ ഒട്ടിച്ചതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് വലിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം 24 മണിക്കൂർ നന്നായി ഉണങ്ങാൻ അനുവദിക്കുക. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ ഒട്ടിച്ചതിന് ശേഷം എഫക്റ്റ് ആകാതെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് പ്ലേറ്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ബിൽഡിംഗ് ഡോക്ടർ സീൽ ടേപ്പ് EJ മുകൾ ഭാഗത്തും അല്ലെങ്കിൽ ചെങ്കുത്തായ ഭാഗത്തും ഒട്ടിക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ വായിച്ചു ഉപയോഗിക്കുക.